ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ചില വ്യക്തികളുണ്ട്, അവർ ആ റിലേഷൻഷിപ്പിലേക്ക് ആയി വരുന്ന ഉടൻ തന്നെയായിരിക്കും ബ്രേക്കപ്പ് സംഭവിക്കുക. അതായത് പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ ബ്രേക്കപ്പ് സംഭവിക്കും. ഇതെന്താണ് കാര്യം അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് അവർക്ക് പോലും ആദ്യമൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് ഒരുപാട് നാൾ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. നമുക്കറിയാം, പെൺകുട്ടികളൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരാണ് അല്ലേ? നിങ്ങൾ ആൺകുട്ടികൾക്കൊക്കെ തന്നെ ലിസൺ ചെയ്യാനായിരിക്കും കൂടുതലും ഇഷ്ടം. എന്നിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം. എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുകയും ചെയ്യണം. ഇങ്ങനെ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ രണ്ടുപേരുടെ നടുവിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സക്സസ് ആയിരിക്കും. മറിച്ച് ഒരാൾ എല്ലാ കാര്യവും പറയുന്നു, മറ്റേ ആൾ എല്ലാം കേൾക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ വാശിയാണ്. അതായത് ചില വ്യക്തികളുണ്ട്, ഒട്ടും ഒട്ടും ഒരു വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തേ ഇല്ല. എന്ത് കാര്യത്തിനും ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, ആ ഒരു രീതിയിലായിരിക്കും അവരെല്ലാ കാര്യവും പറയുന്നത്. അതായത് ഒന്നിനും ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ഒന്നും കാണിക്കത്തില്ല. ഫുൾ ടൈം ഇങ്ങനെ ദേഷ്യത്തോട് മാത്രം കൂടി സംസാരിക്കും. അവരിങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്ന വേറെ ഒന്നുമല്ല, കുറച്ച് നാളാവാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയിൽ, അതായത് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ദേഷ്യമോ വാശിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം പറഞ്ഞു തീർക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങളത് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കരുത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ എന്ത് കാര്യമാണോ പറയുന്നത്, ആ പറയുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിലരുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പകുതി എത്തുമ്പോഴത്തേക്കും കിടന്ന് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒട്ടും മനസ്സിലാക്കത്തേ ഇല്ല അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ അതെന്താണെന്ന് പോലും അവർക്ക് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇടയിലുള്ള ദേഷ്യം വാശി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.